ഇതാണ് ബട്ടർ ഗാർലിക് എഗ്. ഇൻസ്റ്റഗ്രാമിൽ കുറേ റീൽസിൽ ഈ റെസിപ്പി കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. റെസിപ്പി നോക്കാം. ഒരു പാനിലേക്ക് 1 സ്പൂൺ ബട്ടർ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ കുരുമുളക് ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. ഞാൻ ഇവിടെ 3 എഗ്ഗ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം നമുക്ക് ബട്ടറിൽ. ഇതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമുക്ക് വേറെ ബൗളിലേക്ക് മാറ്റിയിട്ട് സെയിം പാനിലേക്ക് തന്നെ 1 സ്പൂണും കൂടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ആഡ് ചെയ്യാം. അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം 1 സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 കപ്പ് മിൽക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് കട്ട പിടിക്കാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ക്വാണ്ടിറ്റി മൈദേൻ്റെത് കൂടിയാൽ ഭയങ്കര തിക്കാവും കേട്ടോ. കുറച്ച് മൈദ എടുത്താൽ മതി. എന്നിട്ട് 1/2 കപ്പ് മിൽക്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഓർഗാനോ കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ ആഡ് ചെയ്യുക. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. അതിനുശേഷം നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിടാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ ബട്ടർ ഗാർലിക് എഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെ എല്ലാം കഴിക്കാമെന്നാണ് പറയുന്നത്. ഞാൻ ബ്രെഡിൻ്റെ കൂടെ കേട്ടോ കഴിച്ചത്. പക്ഷേ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിന് ഭയങ്കര ഹൈപ്പാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.